ഒരു ചെറിയ പ്രണയകഥ ആണുങ്ങളുടെ മൊത്തം റിലേഷൻഷിപ്പിനോടുള്ള കാഴ്ചപ്പാട് മാറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആപ് ജൈസാ കോയി വെറും ഒരു സിനിമയല്ല, നമ്മുടെ സമൂഹത്തിന് നേരെ പിടിച്ചിരിക്കുന്ന ഒരു കണ്ണാടിയാണ്. പക്ഷേ അതുമാത്രം മതിയോ ഒരു സിനിമ മികച്ചതാവാൻ? നമുക്ക് നോക്കാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അധികം എക്സ്പെക്ടേഷൻസ് ഒന്നും കൂടാതെ വന്ന് എൻ്റെ മനസ്സിൽ ഒരു സംതൃപ്തി സമ്മാനിച്ച ആപ് ജൈസാ കോയി എന്ന നെറ്റ്ഫ്ലിക്സ് മൂവിയെ പറ്റിയാണ്. നമ്മൾ ചുമ്മാ കണ്ടാൽ പറയാൻ ഒരു ചെറിയ ലവ് സ്റ്റോറി, വിൽ ദേ വോണ്ട് ദേ കൈൻഡ് ഓഫ് എ പ്ലോട്ടാണ്. പക്ഷേ ഈ സിനിമ ആഴത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളും ഉണ്ട്. ഒരുപാട് ഡീപ്പ് മീനിങ്സ് ഈ സിനിമയിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. എക്സ്പെഷ്യലി മാരീഡ് ലൈഫ് ഫോളോ ആയിട്ട് നമ്മൾ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളൊരു വ്യൂ പോയിന്റ് ഈ ഒരു സിനിമയിലുണ്ട്. ഈ സിനിമയുടെ പ്ലോട്ട്, എനിക്ക് ഈ സിനിമയിൽ എന്താണ് ഇഷ്ടമായത്, ഇഷ്ടമാവാത്തത്, ഈ സിനിമയ്ക്ക് നിങ്ങളുടെ സമയം കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ അറിയാൻ ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടുവെക്കുക. രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നവരും രണ്ട് വ്യത്യസ്ത റിലേഷൻഷിപ്പ് പേഴ്സ്പെക്റ്റീവ് ഉള്ള ആളുകളാണ് ശ്രീരേണു ത്രിപാഠി ആൻഡ് മധു ബോസ്. അപ്പൊ ഇവരുടെ ഇടയിൽ ഒരു അറേഞ്ച് മാരേജ് കൊണ്ടുവരികയാണ്. അപ്പൊ ആ അറേഞ്ച് മാരേജിന് വേണ്ടി ഇവരൊരു ബ്ലൈൻഡ് ഡേറ്റ് സെറ്റ് ചെയ്യുന്നു. അവിടെ വെച്ചിട്ട് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നു. മീറ്റ് ചെയ്തതിന് ശേഷം ആ അറേഞ്ച് മാരേജിന്റെ മീറ്റപ്പിന് ശേഷം ഉള്ള ഇന്ററാക്ഷൻസിലൂടെ ഇവരൊരു ലവ് അല്ലെങ്കിൽ പ്രണയത്തിലായി മാറുന്നു. പിന്നെ ആ പ്രണയം മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു പ്രശ്നം വരുന്നു. ആ പ്രശ്നം പിന്നീട് ഇവരുടെ ലൈഫിനെ എങ്ങനെയൊക്കെ മാറ്റുന്നു, അതില് ശ്രീരേണുവിന് എന്തൊക്കെ മാറ്റങ്ങൾ അതുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളതൊക്കെയാണ് ഈ സിനിമയിൽ മൊത്തത്തിലുള്ള സ്പോയിലർ ഫ്രീ പ്ലോട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത്, ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന സാമൂഹ്യ സന്ദേശം അഥവാ സോഷ്യൽ മെസ്സേജിനെ പറ്റിയാണ്. ഈ സിനിമയിലെ സോഷ്യൽ മെസ്സേജ് ഭയങ്കര ശക്തമായൊരു മെസ്സേജാണ്. പ്രത്യേകിച്ച് ഇതിൽ ആണുങ്ങളെ ഫോക്കസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റീരിയോടൈപ്പിക് ഓർത്തഡോക്സ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൺപിള്ളേരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ പോകുന്നത്. ബട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആണുങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യേണ്ടതല്ല, ഇതേ ചിന്താഗതിയുള്ള പല സ്ത്രീകളെയും എനിക്കറിയാം. ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ ആളുകളെയും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന അതിനൊരു മാറ്റം വേണമെന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് അത്. അതിനെ പൊളിച്ചെഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ഒക്കെ ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഇതിൽ ആദ്യത്തെ ഇത് പറയുന്നത്. ആ മെസ്സേജ് ഭയങ്കര റെലവെന്റ് ആണ്. ഇന്നും അത് ഭയങ്കര റെലവെന്റ് ആണെന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഇത്രയും നമ്മൾ മോഡേണൈസ് ആയിട്ട് പല ഭാഗങ്ങളിലും ഇന്നും ആ സ്റ്റീരിയോ ടൈപ്പ് നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും അതേ ഒരു സ്റ്റീരിയോ ടൈപ്പിലാണ് കാര്യങ്ങൾ പോകണം എന്ന് വിചാരിക്കുന്ന സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. ഇതിലെ ഭംഗി എന്താന്ന് വെച്ചാൽ, ഈ ഒരു മെസ്സേജിനെ ഒരു ലവ് സ്റ്റോറിയുടെ ഉള്ളിലാക്കി ഇമോഷണലി ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. സോ എനിക്ക് അത് ഒരുപാട് ഇഷ്ടമായി. പിന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ അത് സ്റ്റക്കായി നിൽക്കാനുള്ള കാരണം, അല്ലെങ്കിൽ സിനിമ കഴിഞ്ഞതിന് ശേഷവും ഒരു ഇമ്പാക്റ്റ് തോന്നുന്ന രീതിയിലുള്ള സിനിമയായി മാറിയത് ഈ ഒരു ഫാക്ടർ ഉള്ളത് കൊണ്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ പേസിംഗ് ആണ്. അത് പക്ക അപ് ടു ദി മാർക്കായിട്ട് പോകുന്നതാണ്. അധികം വേണ്ടാത്ത ഡ്രാമയില്ല. കഥ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്, ഇതിലെ കഥാപാത്രങ്ങളെ പോലെ തന്നെ. പിന്നെ ഇതിലെ കഥാപാത്രങ്ങളെ വളരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ അവർക്കൊരു തകർച്ച ഉണ്ടാവുന്നുണ്ട്. ആ തകർച്ചയിൽ നിന്ന് അവര് റിക്കവർ ആവുന്നുണ്ട്. ആ റിക്കവർ ചെയ്യുന്നത് കുറെ വാല്യുബിൾ ലെസൺസ് അവർ ഉൾക്കൊണ്ടിട്ടാണ് റിക്കവർ ചെയ്യുന്നത്. സ്പെഷ്യലായിട്ട് നമ്മുടെ മാധവൻ ചെയ്തിട്ടുള്ള ശ്രീരേണു എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയാണ് ഈ സിനിമയിൽ മുഴുവൻ ചർച്ച ചെയ്യുന്നത്. ആ മാറ്റങ്ങളും ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നും. നമുക്കൊരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്ന വളരെ ചുരുക്കം സ്ഥലങ്ങളേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളതിൽ ഇമോഷണൽ ഡെപ്ത് ആണ്. എല്ലാ തരം ഇമോഷൻസിനെയും ടച്ച് ചെയ്തിട്ട് ഈ സിനിമ കടന്നു പോകുന്നുണ്ട്. പ്രേമം, വിരഹം, വേദന, കുറ്റബോധം, പിന്നെ സ്വന്തം തെറ്റ് മനസ്സിലാക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, സെൽഫ് റിയലൈസേഷൻ അഥവാ ആത്മപരിശോധന എന്ന് പറയുന്ന ഒരു സാധനം, റിഗ്രറ്റ്, അങ്ങനെ കുറെ ഇമോഷൻസിനെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഇമോഷണൽ റോളർ കോസ്റ്റർ ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് നമുക്കൊരു പൂർണ്ണത, ഈ ഒരു സിനിമ അല്ലെങ്കിൽ ആ ഒരു കഥ പൂർണ്ണമാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അത് ഈ സിനിമയിൽ എനിക്ക് കാണാൻ പറ്റി. ഈ ഫിലിം കഴിയുമ്പോഴും
നമുക്ക് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു സംതൃപ്തി ത്രൂ ഔട്ട് ഉണ്ടാവാനുള്ള ഒരു റീസൺ ഈ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ തന്നെയാണ്. പിന്നെ ഇതിൽ ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഒരു കഥാപാത്രങ്ങൾ പോലും നമുക്ക് അനാവശ്യമാണെന്ന് തോന്നിയിട്ടില്ല. കാരണം ആ രീതിയിലാണ് അവരെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ റൈറ്റിംഗ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ ആ ഒരു ജനറൽ ക്യാരക്ടറൈസേഷൻ ഒക്കെ കറക്റ്റ് പക്കയായിട്ട് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ സ്റ്റാൻഡ് ചെയ്യുന്ന കുറെ ഇവന്റുകളും അതിൽ പോർട്രേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മാധവന്റെ കഥാപാത്രത്തിനെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും ആ ഒരു കഥാപാത്രത്തിന് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നവിടെ നമ്മൾ ഈ ഒരു വെൽ റിട്ടൺ അല്ലെങ്കിൽ വെൽ എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ച് നമുക്ക് അവിടെ കാണാൻ പറ്റും. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കില്ലല്ലോ, എവിടെയെങ്കിലും ഒക്കെ ഒരു ചെറിയ പാളിച്ചുണ്ടല്ലോ. അപ്പൊ ഈ സിനിമയ്ക്കും അങ്ങനെ ചെറിയൊരു പാളിച്ചുണ്ട്. അതിലൊരു പാളിച്ച എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് ഈ സിനിമ കുറച്ച് പ്രെഡിക്റ്റബിൾ ആണ്. നമുക്ക് കുറച്ചിങ്ങനെ പ്ലോട്ട് ഇങ്ങനെ പോകുമ്പോൾ തന്നെ കഥ എങ്ങോട്ടാ പോകുന്നു എന്നുള്ള ഒരു പ്രെഡിക്ഷൻ നമുക്ക് തോന്നും. അത് ചിലപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് ആയിരിക്കും. ഞാൻ കുറേ സിനിമകൾ, നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ട് ഒരു പ്ലോട്ട് സെറ്റ് ആകുമ്പോൾ തന്നെ നമുക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ടാവും ചില വ്യൂവേഴ്സിന്. സോ അത് ചിലപ്പോൾ പേഴ്സണൽ ആയിരിക്കും, എല്ലാവർക്കും തോന്നണമെന്നില്ല. പക്ഷെ അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് പറയാൻ തോന്നി. നിങ്ങൾക്കും ഇതേപോലെ ഈ സിനിമ പ്രെഡിക്റ്റബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ചെയ്യുക. പക്ഷെ ഈ ഒരു പ്രെഡിക്റ്റബിലിറ്റി ഫാക്ടർ നമ്മളെ സിനിമയുടെ എൻജോയ്മെന്റിനെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. അതൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുമെങ്കിലും ആ പ്രഡിക്ഷൻസിന്റെ അപ്പുറത്തേക്ക് ഡയറക്ടർ ചിന്തിച്ചിട്ടുമുണ്ട്. പ്ലസ് നമ്മളെ ആ സിനിമയിൽ എൻഗേജിങ് ആയി നിൽക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ ഉണ്ട്. ഈവൻ ദോ ഇറ്റ്സ് എ ഡ്രോബാക്ക്, അത് അത്ര എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡ്രോബാക്ക് അല്ല. ഇനി ഈ സിനിമയുടെ രണ്ടാമത്തെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു ജനറൽ ഇത് എന്ന് പറയുന്നത്, ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ കോർ ബിലീഫിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ സിനിമ പറയുന്ന മെസ്സേജ് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അല്ല, നിങ്ങളുടെ കോർ ബിലീഫ് ഇതിന് ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടില്ല. പിന്നെ മൂന്നാമത്തെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത് റൈറ്റിംഗ് അല്ലെങ്കിൽ റൈറ്റേഴ്സിന്റെ ചോയ്സ് ഓഫ് റൈറ്റിംഗിൽ വന്നിരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവണമെങ്കിൽ ഈ സിനിമ കണ്ടതിന് ശേഷമേ അതെന്താണെന്ന് അറിയുള്ളൂ. അപ്പൊ ഈ സിനിമയിൽ പറയുന്നൊരു കോർ സ്റ്റീരിയോ ടൈപ്പ് സബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ ഇത് പോർട്രേറ്റ് ചെയ്യാൻ അവർ യൂസ് ചെയ്തിരിക്കുന്ന ഒരു മെയിൽ ജെൻഡറാണ്, അല്ലെങ്കിൽ ഒരു ആണിന്റെ ക്യാരക്ടറിലൂടെയാണ് അത് സ്റ്റീരിയോ ടൈപ്പ് കാണിച്ചു തരുന്നത്. സോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് മേ ബി കൂടുതലും മെൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാദർ ഫിഗർ ആയിരിക്കാം അത് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അല്ലാതെ അങ്ങനെയുള്ള മദർ ഫിഗേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്റൻഷനലി ഓർ നോൺ ഇന്റൻഷനലി ആ സ്റ്റീരിയോ ടൈപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പല പാരൻസിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഈ സിനിമ ഒരുപാട് എക്സാജുറേറ്റഡ് ടുവേർഡ്സ് മെയിൽ ഓറിയന്റഡ് ഫാദർ ഫിഗേഴ്സിനെയാണ് കാണിച്ചിരിക്കുന്നത്. അത് ഒരു എക്സാജുറേഷനായി തോന്നി. എനിക്ക് അത് പേഴ്സണലി ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ രണ്ട് സ്പെക്ട്രവും കാണിക്കാമായിരുന്നു. പക്ഷെ അവരുടെ റൈറ്റിംഗ് ചോയ്സ് അവർ ഈ ഒരു സിമ്പിൾ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ഷോർട്ട് കട്ട് എടുത്തതായിരിക്കാം. ആ എക്സാജുറേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്, അതായത് രണ്ട് ജെൻഡറിലും ഇതേ സ്റ്റീരിയോ ടൈപ്പ് പുഷ് ചെയ്യുന്ന ആൾക്കാർ ഇന്നുമുണ്ട്. അപ്പോൾ അത് റൈറ്റേഴ്സ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നി. ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് റൈറ്റിംഗ് വന്നു, എനിക്ക് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്. പിന്നെ ഇതിൽ ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ട് വരുന്നത് ഒരു സിനാരിയോ ചിലപ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ അത് ഒരു ആംഗിളിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്കത് ശരിയാണെന്ന് തോന്നും, ഒരു ആംഗിളിൽ നോക്കുമ്പോൾ തെറ്റാണെന്ന് തോന്നും. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇതിലുണ്ട്. സോ ഇറ്റ്സ് മോർ ഓഫ് എ കോൺട്രവേഴ്ഷ്യൽ മൂവി ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. ഇനി ഇതിൽ സ്പെഷ്യൽ മെൻഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിവേക് സോണി ദ ഡയറക്ടർ, പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രീവിയസ് സിനിമയുടെ അതേ ഒരു സ്റ്റൈൽ തന്നെയാണ് ഈ സിനിമയിലും അദ്ദേഹം ഫോളോ ചെയ്തിരിക്കുന്നത്. ഇതിൽ പെർഫോം ചെയ്തിട്ടുള്ള നമ്മുടെ മാധവനും ഫാത്തിമ സനയുമാണ്. രണ്ടുപേരും അതിഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്.
ബാക്കി എല്ലാ ക്യാരക്ടർ ആർട്ടിസ്റ്റുകളും അവരുടേതായ രീതിയിൽ ഈ സിനിമയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ റൈറ്റേഴ്സിന്റെ ഞാൻ പറഞ്ഞ ഒരു ഡ്രോബാക്ക് വെച്ച് കഴിഞ്ഞാൽ രാധിക ആൻഡ് ജഹാൻ എന്ന് പറയുന്ന 2 റൈറ്റേഴ്സാണ് അത് എഴുതിയിരിക്കുന്നത്. അവർ അത്യാവശ്യം ഗംഭീരമായിട്ട് റൈറ്റിംഗും ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമ ഒരു മസ്റ്റ് വാച്ച് മൂവി ആയിട്ട് വേണമെങ്കിൽ പറയാം. ഈ സിനിമയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉള്ളൊരു സിനിമയും കൂടെയാണ്, അല്ലെങ്കിൽ ഒരു മാറ്റത്തിനൊരു തുടക്കം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിനിമയും കൂടിയാണ്. അപ്പോൾ ഗൈസ്, ഈ സിനിമയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് മറ്റ് വ്യൂവേഴ്സിനും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഈ സിനിമ നിങ്ങളുടെ ഹൃദയം സ്പർശിച്ചോ എന്നും കൂടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ട 98% പീപ്പിൾസ്, അതായത് 99% പേരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവർക്ക് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്.